തിരുവനന്തപുരം ജില്ലയിൽ തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. കഴക്കൂട്ടം കോവളം ദേശീയപാത 66 ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ശങ്കരാചാര്യർ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. 3 നദികളായ കരമനയാറും പാർവതീപുത്തനാറും കിള്ളിയാറും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിനടുത്താണ് തിരുവല്ലം ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരവും മഴുയെറിഞ്ഞ് കേരളത്തെ സൃഷ്ടിക്കുകയും നൂറുകണക്കിന് ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങളും നിരവധി ദുർഗാലയങ്ങളും ഒക്കെ സ്ഥാപിച്ച പരശുരാമനാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. പരശുരാമനെ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ വിഷ്ണുവിന്റെ കയ്യിലെ താമരയ്ക്കു പകരം മഴുവാണ് ഇവിടെ കാണാൻ കഴിയുക. ചേര രാജാവായിരുന്ന അതിയാമൻ പെരുമാളാണ് 12ാം നൂറ്റാണ്ടിനും 13ാം നൂറ്റാണ്ടിനും ഇടയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ പ്രചാരത്തിലുണ്ട്. പരശുരാമൻ തന്റെ പിതാവായ ജമദഗ്നിയുടെ നിർദ്ദേശപ്രകാരം തന്റെ അമ്മയായ രേണുകയെ കൊല്ലാൻ നിർബന്ധിതനായി. നിർബന്ധിത പ്രവൃത്തിയിൽ മനംനൊന്ത പരശുരാമൻ പരമശിവനെ ധ്യാനിച്ചു. അങ്ങനെ പരമശിവന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ തിരുവല്ലത്തെത്തുകയും അമ്മയുടെ ആത്മാവിനെ ബലിതർപ്പണം ചെയ്യുകയും ചെയ്തുവെന്ന് ഐതിഹ്യം പറയപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം, വില്വമംഗലം സ്വാമിമാർ അനന്തൻകാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഭഗവാൻ വിഷ്ണു അനന്തശയനത്തിന്റെ രൂപത്തിൽ ദർശനം നൽകുകയും അതിന്റെ തല തിരുവല്ലത്തും ശരീരം ഇന്നത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പാദങ്ങൾ കഴക്കൂട്ടത്തുള്ള തൃപ്പാപ്പൂരിയിലുമായിരുന്നു എന്നും പറയപ്പെടുന്നു. അതിനാൽ ഈ 3 ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം സന്ദർശിക്കുന്നത് പുണ്യമായി കരുതുന്നു. ശങ്കരാചാര്യർ തന്റെ അമ്മയുടെ ബലിതർപ്പണം നടത്താനായി ഇവിടെ എത്തിയപ്പോൾ ബ്രഹ്മാവ്, പരശുരാമൻ, പരമശിവൻ എന്നിവർ അദ്ദേഹത്തിന് ദർശനമേകുകയും തുടർന്ന് അദ്ദേഹം മൂവരെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ ഓങ്കാരപ്പൊരുളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നാണ് വിശ്വാസം. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ള തിരുവല്ലം ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. 2 കൊടിമരമുള്ള ക്ഷേത്രം കൂടിയാണിത്. ബലിതർപ്പണമാണ് പരശുരാമ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ദിവസങ്ങളിലും ബലിതർപ്പണം ചെയ്യാവുന്ന ക്ഷേത്രമാണിത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത്. കർക്കിടക വാവദിനത്തിൽ ഇവിടെ എത്തി ബലിയർപ്പിച്ചാൽ വർഷം മുഴുവൻ ബലിയർപ്പിക്കുന്നതിന്റെ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഉപദേവതകളായി ഗണപതി, മഹാദേവൻ, ബ്രഹ്മാവ്, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, കന്നിമൂല ഭഗവതി, സുബ്രഹ്മണ്യൻ, വ്യാധവ്യാസൻ, മത്സ്യമൂർത്തി, മഹിഷാസുരമർദിനി, നാഗരാജാവ്, ഉടയവർ, ഉടയവരമ്മ എന്നീ പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ക്ഷേത്രം രാവിലെ 4 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.